ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. വയനാട് ഉരുൾപൊട്ടൽ പുനരധിവാസ പദ്ധതിക്കായി എൽസ്റ്റൺ എസ്റ്റേറ്റിൽ നിന്ന് ഭൂമി ഏറ്റെടുക്കുന്നതിന് തടസ്സമില്ലെന്ന് ഹൈക്കോടതി. സർക്കാർ 17 കോടി രൂപ കൂടി കെട്ടിവെക്കണമെന്നും ഇടക്കാല ഉത്തരവ്. കടൽ തീരങ്ങളും ജലാശയങ്ങളും ഉൾപ്പെടെ ശുചീകരിച്ചാൽ മാത്രമേ മാലിന്യമുക്തം നവകേരളം പദ്ധതി പൂർണ്ണമാകൂ എന്ന് മന്ത്രി എം. രാജേഷ്. കൺസ്യൂമർ ഫെഡിന്റെ വിഷു ഈസ്റ്റർ സഹകരണ വിപണികൾ മന്ത്രി വി. എൻ. വാസവൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. പത്തനംതിട്ടയിൽ കോവിഡ് ബാധിതയെ പീഡിപ്പിച്ച കേസിൽ പ്രതി നൌഫലിന് ജീവപര്യന്തം തടവു ശിക്ഷ. IPL-ൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടം. വാർത്തകൾ വിശദമായി. വയനാട് ഉരുൾപൊട്ടൽ പുനരധിവാസ പദ്ധതിക്കായി എൽസ്റ്റൺ എസ്റ്റേറ്റിൽ നിന്ന് ഭൂമി ഏറ്റെടുക്കുന്നതിന് തടസ്സമില്ലെന്ന് ഹൈക്കോടതി. ഭൂമിക്ക് 17 കോടി രൂപ കൂടി കെട്ടിവെക്കാനും ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചു. മുൻപ് ഭൂമി വിലയായി സർക്കാർ നിശ്ചയിച്ച 26 കോടി രൂപയ്ക്ക് പുറമെയാണിത്. ഏറ്റെടുത്ത സ്ഥലത്തിന് കൂടുതൽ പണം നൽകണമെന്നാവശ്യപ്പെട്ട് എൽസ്റ്റൺ എസ്റ്റേറ്റ് നൽകിയ ഹർജി ഫയലിൽ സ്വീകരിച്ചുകൊണ്ടാണ് ഇടക്കാല ഉത്തരവ്. കടൽ തീരങ്ങളും ജലാശയങ്ങളും ഉൾപ്പെടെ ശുചീകരിച്ചാൽ മാത്രമേ മാലിന്യമുക്തം നവകേരളം പദ്ധതി പൂർണ്ണമാകൂ എന്ന് മന്ത്രി എം. രാജേഷ്. മത്സ്യസമ്പത്തിന്റെ സംരക്ഷണവും തീരദേശ വികസനവും ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന ശുചിത്വ സാഗരം സുന്ദരതീരം പദ്ധതിയുടെ ഭാഗമായ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു മന്ത്രി. യജ്ഞം നടപ്പിലാക്കുന്ന ഫിഷറീസ് വകുപ്പിനെ മന്ത്രി അഭിനന്ദിച്ചു. 47% വീടുകളിൽ നിന്നും കടകളിൽ നിന്നും മാത്രം മാലിന്യം ശേഖരിച്ച സ്ഥാനത്താണ് ഇപ്പോൾ 98.5% വീടുകളിൽ നിന്ന് 88 ലക്ഷത്തിലധികം വീടുകളിൽ നിന്നും കടകളിൽ നിന്നും മാലിന്യം ശേഖരിക്കുന്നത്. ആ വലിയ നേട്ടം നാം കൈവരിച്ച ഒരു സമയത്താണ് തീരവും കടലും വൃത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇങ്ങനെ ഒരു ഏകദിന പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞത്തിന്റെ അടുത്ത ഘട്ടവുമായി ഫിഷറീസ് വകുപ്പ് മുന്നോട്ട് വന്നിട്ടുള്ളത്. ഫിഷറീസ് വകുപ്പിനെ ഇത്തരമൊരു പദ്ധതി ആവിഷ്കരിച്ച ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ സജി ചെറിയാനെയും ഞാൻ അങ്ങേയറ്റത്ത് നന്ദി അറിയിക്കുകയാണ്. സംസ്ഥാനത്തുടനീളം 50 കേന്ദ്രങ്ങളിലാണ് യജ്ഞം സംഘടിപ്പിക്കുന്നത്. പത്തനംതിട്ടയിൽ കോവിഡ് ബാധിതയെ ആംബുലൻസിൽ വെച്ച് പീഡിപ്പിച്ച കേസിൽ പ്രതി കായംകുളം സ്വദേശി നൌഫലിന് ജീവപര്യന്തം ശിക്ഷ. പത്തനംതിട്ട പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 2020 കോവിഡ് സെന്ററിലേക്ക് ആംബുലൻസിൽ കൊണ്ടുപോകും വഴിയാണ് പ്രതി കുറ്റകൃത്യം നടത്തിയത്. തടവ് ശിക്ഷയ്ക്ക് പുറമെ 1,80,000 രൂപയും പിഴയും ചുമത്തിയിട്ടുണ്ട്. അന്വേഷണം സങ്കീർണമായിരുന്നെങ്കിലും പീഡനത്തിനിരയായ പെൺകുട്ടി ധൈര്യപൂർവ്വം മുന്നോട്ട് വന്നത് അന്വേഷണത്തിന് ഗുണകരമായെന്ന് അഡീഷണൽ SP R. ബിനു അറിയിച്ചു. കൺസ്യൂമർ ഫെഡിന്റെ വിഷു ഈസ്റ്റർ സഹകരണ വിപണികൾക്ക് ഇന്ന് തുടക്കമാകും. സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി വി. എൻ. വാസവൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. നാളെ മുതൽ ഈ മാസം 21 വരെയാണ് വിഷു ഈസ്റ്റർ സബ്സിഡി വിപണി സജ്ജീകരിച്ചിരിക്കുന്നത്. മലയാളിയുടെ ഗൃഹാതുരതയുടെ ആഘോഷമായ വിഷുക്കാലം വരവായി. നാടെങ്ങും വിഷുവിനെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. 2 ദിവസം മാത്രം ബാക്കി നിൽക്കെ വിഷുവിനെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് നാടും നഗരവും. തെരുവോര വിപണികൾ സജീവമായതോടെ നഗരത്തിലേക്ക് ആളുകളുടെ വരവും കൂടി. കണ്ണൂർ നഗരത്തിൽ മേളകളും സജീവമാണ്. കലക്ടറേറ്റ് മൈതാനിയിൽ നടക്കുന്ന കൈത്തറി മേളയിൽ വലിയ തിരക്കാണ്. സഹകരണ സ്ഥാപനമായ ദിനേശിന്റെ ഉൽപ്പന്ന വിപണന മേളയും നടക്കുന്നുണ്ട്. വൈവിധ്യമാർന്ന വസ്ത്രങ്ങളുമായി സ്റ്റേഡിയം കോർണറിൽ കച്ചവടക്കാർ സജീവമാണ്. മൺപാത്രങ്ങളുടെ വിൽപ്പനയും നടക്കുന്നു. പടക്കക്കടകളിലും തിരക്കേറി. നഗരത്തിൽ ഗതാഗത കുരുക്കും രൂക്ഷമായി. വിഷുക്കണി ഒരുക്കാനായി പൂത്തുലഞ്ഞു നിൽക്കുന്ന കൊന്ന മനോഹര കാഴ്ചയാണ്. മേഘാവൃതമായി നിൽക്കുന്ന ആകാശം ആഘോഷത്തിന്റെ ആവേശം കുറയ്ക്കില്ലെന്ന പ്രതീക്ഷയിലാണ് കച്ചവടക്കാർ. സുസ്ഥിര തൃത്താല പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന വിഷു റംസാൻ കാർഷിക കാർണിവലിന് പാലക്കാട് നാഗലശ്ശേരി വാഴക്കാട് പാടശേഖരത്തിൽ ഇന്ന് തുടക്കമാകും. 3 ദിവസം നീണ്ടുനിൽക്കുന്ന കാർണിവലിന്റെ സമാപന സമ്മേളനം ഞായറാഴ്ച മന്ത്രി എം. രാജേഷ് ഉദ്ഘാടനം ചെയ്യും. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. ഇന്ന് 4 മണിക്ക് പഞ്ചവാദ്യത്തോടെയാണ് വിളവെടുപ്പ് ഉത്സവത്തിന് ആരംഭം കുറിക്കുക. കാർണിവലിന്റെ ഭാഗമായി വിളവെടുപ്പ് മഹോത്സവം, ഉൽപ്പന്നങ്ങളുടെ വിപണനമേള, നാടൻ കലാരൂപങ്ങളുടെ അവതരണം, സാംസ്കാരിക ഘോഷയാത്ര തുടങ്ങിയ പരിപാടികൾ നടക്കും. കൃഷി, മത്സ്യബന്ധന, മൃഗസംരക്ഷണ, ക്ഷീരവികസന, മണ്ണ് പര്യവേഷണ വകുപ്പുകളും കുടുംബശ്രീ, തദ്ദേശ സ്ഥാപനങ്ങളും കാർണിവലിന്റെ ഭാഗമാകും. ഞായറാഴ്ച കാർഷിക കാർണിവലിന്റെ സമാപനത്തോടനുബന്ധിച്ച് വനിതാ സംഘത്തിന്റെ പഞ്ചാരിമേളം, തിറ എന്നിവയും പെരിങ്ങോട് HSS-ലെ വിദ്യാർത്ഥികളുടെ മദ്ദളക്കേളിയും ഉണ്ടാകും. ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റികൾ സംയുക്തമായി ഇന്ന് സംസ്ഥാനത്ത് മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചു. ചുഴലിക്കാറ്റിനെയും അനുബന്ധ ദുരന്തങ്ങളെയും നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിനാണ് 12 ജില്ലകളിലെ 24 സ്ഥലങ്ങളിൽ ഒരേ സമയം മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചത്.
അപകട സ്ഥലത്തെ രക്ഷാപ്രതികരണ പ്രവർത്തനങ്ങളുടെ ഏകോപനം ഉൾപ്പെടെ മോക്ക് ഡ്രില്ലിൽ വിലയിരുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. ഉത്തർപ്രദേശിലെ വാരാണസിയിൽ 3880 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. 70 വയസ്സിന് മുകളിലുള്ള മുതിർന്ന പൌരന്മാർക്കായുള്ള ആയുഷ്മാൻ വയവന്ദന കാർഡുകൾ അദ്ദേഹം കൈമാറി. തുടർന്ന് മധ്യപ്രദേശിലെത്തുന്ന പ്രധാനമന്ത്രി ആനന്ദ്പൂർ ധാമിൽ പൊതുപരിപാടിയെ അഭിസംബോധന ചെയ്യും. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ നാളെ കോഴിക്കോട് സന്ദർശിക്കും. വടകരയിലെ സർക്കാർ ജില്ലാ ആശുപത്രിയുടെ 2ാം ഘട്ടത്തിന്റെ തറക്കല്ലിടൽ അദ്ദേഹം നിർവഹിക്കും. നാളെ രാവിലെ 10:30 പരിപാടി. 10 നാൾ നീണ്ട പൈങ്കുനി ഉത്രം മഹോത്സവത്തിന്റെ ഭാഗമായി ഇന്ന് പമ്പയിൽ ആറാട്ട് നടന്നു. വൈകിട്ട് 4 വരെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഭക്തജനങ്ങൾക്ക് പമ്പ ഗണപതി കോവിലിൽ പറയിടുന്നതിനും സാധിക്കും. തുടർന്ന് ആറാട്ട് ഘോഷയാത്ര സന്നിധാനത്ത് എത്തിച്ചേർന്ന ശേഷം ഉത്സവത്തിന് കൊടിയിറങ്ങും. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൈങ്കുനി ഉത്സവത്തോടനുബന്ധിച്ചുള്ള ആറാട്ട് ഇന്ന്. ഘോഷയാത്രയുടെ ഭാഗമായി തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ റൺവേ ഇന്ന് വൈകുന്നേരം 4:45 മുതൽ രാത്രി 9 മണി വരെ അടച്ചിടും. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. ഇന്ന് വൈകുന്നേരം ശ്രീകോവിലിലെ ദീപാരാധനയ്ക്ക് ശേഷം ഗരുഡവാഹനത്തിൽ ശ്രീ പത്മനാഭസ്വാമിയെയും നരസിംഹമൂർത്തിയെയും ശ്രീകൃഷ്ണസ്വാമിയെയും പുറത്തേക്ക് എഴുന്നള്ളിക്കും. ശംഖുമുഖത്ത് വിഗ്രഹങ്ങൾ പൂജയ്ക്ക് ശേഷം സമുദ്രത്തിൽ ആറാടിക്കും. രാത്രി 10 മണിയോടെ വിഗ്രഹങ്ങളെ ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളിച്ച തന്ത്രിയുടെ നേതൃത്വത്തിൽ ശ്രീബലിയും കൊടിയിറക്കവും നടക്കും. ആറാട്ടോടെ 10 ദിവസം നീണ്ടുനിന്ന പൈങ്കുനി ഉത്സവത്തിന് സമാപനമാകും. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും ചെന്നൈ സൂപ്പർ കിങ്സും ഏറ്റുമുട്ടും. രാത്രി 7:30 ചെന്നൈ MA ചിദംബരം സ്റ്റേഡിയത്തിലാണ് മത്സരം. പരിക്കേറ്റ് പിന്മാറിയ ഋതുരാജ് ഗെയ്ക്വാദിന് പകരം മുൻ നായകൻ മഹേന്ദ്ര സിംഗ് ധോണിയെ മുഴുവൻ സമയ ക്യാപ്റ്റനായി CSK പ്രഖ്യാപിച്ചു. രാജ്യത്തെ ഓഹരി വിപണികൾ നേട്ടത്തിൽ വ്യാപാരം തുടരുന്നു. സെൻസെക്സ് 1531 പോയിന്റ് ഉയർന്ന് 75,375-ലും നിഫ്റ്റി 488 പോയിന്റ് വർദ്ധിച്ച് 22,889-ലും വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണ്ണവിലയിൽ വർധന. ഗ്രാമിന് 185 രൂപ കൂടി 8,745 രൂപയും പവന് 1,480 രൂപ കൂടി 69,960 രൂപയുമാണ് ഇന്നത്തെ സ്വർണ്ണവില. വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചെന്ന പരാതിയിൽ മുൻ ചീഫ് സെക്രട്ടറി KM എബ്രഹാമിനെതിരെ CBI അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവ്. കൊച്ചി CBI യൂണിറ്റാണ് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ധനകാര്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്നപ്പോൾ KM എബ്രഹാം വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചെന്നാണ് പരാതി. കൊച്ചി വിമാനത്താവളത്തിൽ 4 സാറ്റലൈറ്റ് ഫോണുകളുമായി എത്തിയ യാത്രക്കാരനെ സുരക്ഷാ വിഭാഗം പിടികൂടി. ഡൽഹിയിൽ നിന്നും എത്തിയ കൌശൽ ഉമാങ്കാണ് പിടിയിലായത്. ഇയാളെ ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചു. ഫോണുകൾ കോടതിയിൽ ഹാജരാക്കുമെന്ന് അധികൃതർ പറഞ്ഞു. തൃശൂർ മാളയിൽ 6 വയസ്സുകാരനെ കൊലപ്പെടുത്തിയ കേസിൽ 20കാരൻ കസ്റ്റഡിയിൽ. ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ്. അയൽവാസിയായ ജോജോയാണ് പ്രതി. പ്രകൃതി വിരുദ്ധ പീഡനത്തെ എതിർത്തത് കൊലപാതകത്തിലേക്ക് നയിക്കുകയായിരുന്നുവെന്ന് തൃശൂർ റൂറൽ SP B കൃഷ്ണകുമാർ പറഞ്ഞു. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ DCC പ്രസിഡന്റും KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗവുമായ ശൂരനാട് രാജശേഖരന്റെ സംസ്കാരം ഇന്ന് വൈകിട്ട് ചാത്തന്നൂരിലെ വീട്ടുവളപ്പിലാണ് സംസ്കാരം. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്ന് പുലർച്ചെയായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. UPSC പരീക്ഷ പ്രമാണിച്ച് ഞായറാഴ്ച കൊച്ചി മെട്രോ സർവീസ് നേരത്തെയാക്കി. രാവിലെ 7:30 പകരം 7 മണി മുതൽ ആലുവയിൽ നിന്നും തൃപ്പൂണിത്തുറയിൽ നിന്നും സർവീസ് ആരംഭിക്കും. ഇടുക്കി കുമളിയിൽ ജനവാസ മേഖലയിൽ കാട്ടുപോത്ത് സ്ഥിരമായി എത്തുന്നു. കൊല്ലം പട്ടട കുരിശുമല പ്രദേശത്താണ് കാട്ടുപോത്ത് അടിക്കടി എത്തുന്നത്. പകൽ സമയത്തും വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് നാട്ടുകാർ. പ്രഥമ അഖിലേന്ത്യാ പോലീസ് ബാഡ്മിന്റൺ ടേബിൾ ടെന്നീസ് ക്ലസ്റ്റർ ഇന്ന് കൊച്ചി കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ ആരംഭിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. 43 ടീമുകൾ അണിനിരക്കുന്ന മത്സരങ്ങളിൽ 208 വനിതകൾ ഉൾപ്പെടെ 1030-ലധികം കായിക താരങ്ങൾ പങ്കെടുക്കുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. വയനാട് ഉരുൾപൊട്ടൽ പുനരധിവാസ പദ്ധതിക്കായി എൽസ്റ്റൺ എസ്റ്റേറ്റിൽ നിന്ന് ഭൂമി ഏറ്റെടുക്കുന്നതിന് തടസ്സമില്ലെന്ന് ഹൈക്കോടതി. സർക്കാർ 17 കോടി രൂപ കൂടി കെട്ടിവെക്കണമെന്നും ഇടക്കാല ഉത്തരവ്. കടൽ തീരങ്ങളും ജലാശയങ്ങളും ഉൾപ്പെടെ ശുചീകരിച്ചാൽ മാത്രമേ മാലിന്യമുക്തം നവകേരളം പദ്ധതി പൂർണ്ണമാകൂവെന്ന് മന്ത്രി MB രാജേഷ്. കൺസ്യൂമർ ഫെഡിന്റെ വിഷു ഈസ്റ്റർ സഹകരണ വിപണികൾ മന്ത്രി VN വാസവൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. പത്തനംതിട്ടയിൽ കോവിഡ് ബാധിതയെ പീഡിപ്പിച്ച കേസിൽ പ്രതി നൌഫലിന് ജീവപര്യന്തം തടവ് ശിക്ഷ. IPL ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്
ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.